കാരണം നമ്മളൊരു വശത്ത് ഇതിങ്ങനെ ക്ലീനാക്കി വരിക, അതിൻ്റെ മറുവശം പിറ്റേ ദിവസമാകുമ്പോഴത്തേന് അത് സാമൂഹ്യവിരുദ്ധരെ നശിപ്പിക്കുന്ന രീതിയിൽ അവിടെ മാലിന്യം കൊണ്ട് തള്ളുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിനെതിരെ ഈ ഗ്രാമപഞ്ചായത്ത് കർശന നടപടി, അതിലാര് വിളിച്ച് റെക്കമെൻഡ് ചെയ്താലും അത് സ്വീകരിക്കില്ല. ഏതാളായാലും ഒരു പക്ഷം നിൽക്കാതെ മുഖം നോക്കാത്ത കർശന നടപടി അതിൽ സ്വീകരിക്കും. പല കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ വേസ്റ്റ് ചാക്കിൽ കെട്ടി കൊണ്ടുവന്നിട്ട് ബിന്നിലിടുക, അല്ലെങ്കിൽ ബിന്നിന്റെ ചുറ്റുഭാഗത്തും ഇട്ട് നിറയ്ക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അഴകുള്ള അങ്ങാടിപ്പുറത്തെ അഴകുള്ള ഓഫീസിലെ പ്രസിഡന്റ് ഷബീർ കർമുക്കലിനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ അഴകുള്ള അങ്ങാടിപ്പുറം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അഴകില്ലാത്ത അവസ്ഥയാണ്. വേസ്റ്റ് ബിന്നൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മാലിന്യമൊക്കെ പുറത്തൊക്കെയാണ് വലിച്ചെറിയുന്ന അവസ്ഥ. അത് ആര് ചെയ്താലും അതൊക്കെ ദ്രോഹമാണ്. അപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ്, അഴകുള്ള അങ്ങാടിപ്പുറത്തിന് വേണ്ടി നിങ്ങൾ വലിയ ശ്രമത്തിലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പോളിടെക്നിക്കിൻ്റെ അപ്പുറത്ത് തന്നെ ബസ് സ്റ്റോപ്പിൽ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വേസ്റ്റ് ബിന്നിലല്ല, ചുറ്റുവട്ടത്താണ് മാലിന്യം തള്ളിയേക്കുന്നത്. ശക്തമായ നടപടി ഉണ്ടാവട്ടെ ഇക്കാര്യത്തിലൊക്കെ. ഞങ്ങൾ അഴകുള്ള അങ്ങാടിപ്പുറത്തെ മൊഞ്ചാക്കാൻ പല നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഹെൽത്ത് വിഭാഗവും ഞങ്ങളെ ആരോഗ്യവകുപ്പും പഞ്ചായത്തിൻ്റെ സ്കോഡൊക്കെ കർശനമായി പോകുന്നുണ്ട്. എന്നിട്ടും പൊതുജനങ്ങളോട് ഞങ്ങൾ അവരോട് അപേക്ഷിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഈ ചില സാമൂഹ്യ വിരുദ്ധരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത്ര നടപടി ഇനി കണ്ടാൽ ഞങ്ങൾ മുഖം നോക്കാതെ ആര് ചെയ്താലും അതിൽ ഒരു വിട്ടുവീഴ്ച അല്ലാതെ ഉദ്യോഗസ്ഥന്മാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇതിൻ്റെ നിയമപ്രകാരമുള്ള ഏറ്റവും കടുത്ത ഫൈന് അങ്ങാടിപ്പുറത്ത് നടപ്പാക്കും. കാരണം നമ്മളൊരു വശത്ത് ഇതിങ്ങനെ ക്ലീനാക്കി വരിക, അതിൻ്റെ മറുവശം പിറ്റേ ദിവസമാകുമ്പോഴത്തേന് അത് സാമൂഹ്യവിരുദ്ധരെ നശിപ്പിക്കുന്ന രീതിയിൽ അവിടെ മാലിന്യം കൊണ്ട് തള്ളുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിനെതിരെ ഈ ഗ്രാമപഞ്ചായത്ത് കർശന നടപടി, അതിലാര് വിളിച്ച് റെക്കമെൻഡ് ചെയ്താലും അത് സ്വീകരിക്കില്ല. ഏതാളായാലും ഒരു പക്ഷം നിൽക്കാതെ മുഖം നോക്കാത്ത കർശന നടപടി അതിൽ സ്വീകരിക്കും. ഇവിടെ ഈ ഭാഗത്ത് ഇത് മാത്രമല്ല, സമീപത്തെ ഒരു കിണറിലൊക്കെ മാലിന്യം കലർന്ന് കുടിക്കാൻ വെള്ളം എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ചാനട്ടൺ അത് നേരത്തെ വാർത്ത ചെയ്തിരുന്നു. അവിടെ ഈ രാത്രിയിൽ അർദ്ധരാത്രിക്ക് ശേഷം ഈ ടാങ്കറുകളിൽ കൊണ്ടുവന്ന കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഓടയിലേക്ക് തള്ളുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മാലിന്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചിതറി കിടക്കുന്നു. ഇതൊന്ന് കണ്ടെത്തണമല്ലോ. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു സ്ക്വാഡിനെയൊക്കെ നിയമിച്ചാൽ മാത്രമാണ് രാത്രി കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നടപടി? അല്ല, അത് ആ രീതി ഉണ്ട്. അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു പഴുതാവും. പഴുതടക്കൂല് അതിനുള്ള സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ പറഞ്ഞത്, മാലിന്യം തള്ളുന്നത് കണ്ടെത്താൻ മാർഗങ്ങൾ സ്വീകരിക്കും. അത് അതീവ രഹസ്യമായിരിക്കും. കർശന നടപടി ഉണ്ടാകും. അഴകുള്ള അങ്ങാടിപ്പുറത്തിനെ അഴുക്കാക്കാൻ അനുവദിക്കില്ലെന്ന് പറയുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ ജിജി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് സാമൂഹ്യ വിരുദ്ധരാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കൃത്യമായി വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിട്ട് പോലും അതിൽ ഇടാതെ റോട്ടിൽ വലിച്ചെറിയുന്നത്, ഇതിനെതിരെ കർശന നടപടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നടപടി ഉണ്ടാവും. നമുക്ക് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അഴകുള്ള അങ്ങാടിപ്പുറം അല്ലെങ്കിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് 30 വേസ്റ്റ് ബിന്നുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായിട്ട്. അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് വഴിയാത്രക്കാർക്കും അതുപോലെ വാഹനത്തിൽ പോകുന്നവർക്കും അവർക്ക് വേസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അവർ അത് പുറത്തിടാതെ ബിന്നിലിടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്, അതിൽ ഇടാതെ പല കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ വേസ്റ്റ് ചാക്കിൽ കെട്ടി കൊണ്ടുവന്നിട്ട് ബിന്നിലിടുക, അല്ലെങ്കിൽ ബിന്നിൻ്റെ ചുറ്റുഭാഗത്തും ഇട്ട് നിറയ്ക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അത് നമ്മൾ എന്തായാലും അത് വെച്ച് പൊറുപ്പിക്കില്ല. കുറച്ച് ദിവസമായി നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. പോളി ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള ബിന്ന്, അതുപോലെ നമ്മുടെ ഫെഡറൽ ബാങ്ക് മേലെ അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തുള്ള നമ്മുടെ മിനി MCF, അതുപോലെ നമ്മുടെ കൃഷിഭവൻ്റെ അടുത്തുള്ള മിനി MCF, ഇവിടങ്ങളിലൊക്കെയാണ് നമുക്കിത് കാണാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് ചില സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എത്രയും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരെ നമുക്ക് കണ്ടുപിടിക്കാനാവുമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടുപിടിച്ചാൽ കർശന നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അതിൽ ഒരു തർക്കവുമില്ല. ഏതായാലും ഈ മാലിന്യം തള്ളുന്നവരെ കുറിച്ച് ചെറിയ സൂചന കിട്ടിയിട്ടുണ്ടെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. മാലിന്യം തള്ളിയവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനായിട്ട് നൂതനമായ, അതായത് ക്യാമറ സ്ഥാപിക്കലല്ല, അതൊക്കെ രഹസ്യമായിട്ട് കണ്ടെത്താനുള്ള മാർഗമൊക്കെ ഉണ്ടാകും. കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകും. ഹെൽത്ത് ഇൻസ്പെക്ടറും പറയുന്നുണ്ട്
കർശന നടപടി ഉണ്ടാകും. സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. നാട് മനോഹരമായിരിക്കട്ടെ. പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥരൊക്കെ ഈ അഴകുള്ള അങ്ങാടിപ്പുറത്തിനെ മനോഹരമാക്കാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പൊതുജനങ്ങളും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊതുജനങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവണം. അല്ലാതെ മാലിന്യം തള്ളിയിട്ട് ഞാൻ സാമൂഹ്യ വിരുദ്ധനാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഭരണസമിതി നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുക. ഇനി മാലിന്യം തള്ളിക്കഴിഞ്ഞിട്ട് വലിയ തുക പിഴ കിട്ടിയിട്ട് അയ്യോ എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ശരിയല്ലേ മാഡം? തീർച്ചയായും ഒരു കാര്യം ഉണ്ടാവില്ല. അതിൽ നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. നമ്മുടെ അതിനനുസരിച്ച് എന്താണോ അവർ തെറ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള മാക്സിമം ഫൈന് നമ്മൾ ചുമത്തും, അത് ഈടാക്കുകയും ചെയ്യേണ്ടി വരും. അപ്പം ഏതായാലും സൂക്ഷിക്കുക, ജാഗ്രത. എല്ലാവരുടെയും കണ്ണുകൾ മാലിന്യം തള്ളുന്നവരുടെ പിന്നാലെ തന്നെയുണ്ട്. ക്യാമറമാൻ ബുജൈർ സാദിഖിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.